ഒരു ഒരു സീനിലെങ്കിലും അല്ലെങ്കിൽ ഒരു ഡയലോഗെങ്കിലും കിട്ടിയാൽ കൊള്ളാന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് ആ കാലഘട്ടമൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ സ്ട്രഗിൾ ചെയ്തും ശ്രമിക്കുന്നതും ചെയ്ത 2 പടവും ആരും കാണാതെ പോയതും പിന്നീട് എന്നെ കൊണ്ട് നടക്കൂല്ലേ എന്ന് എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഡൗട്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ആരും തിരിച്ചറിയൊന്നുമില്ല. പറവ ചെയ്തിട്ടും അങ്ങനെ ആരും, കാരണം പറവയിൽ അത്രയും താടി, പിന്നെ ക്യാരക്ടർ റോളായിരുന്നു. അപ്പം അങ്ങനെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയ മൊമെന്റ് ആക്ച്വലി ബിടെക്കും പിന്നെ ജൂണും കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ അതിപ്പോ നമ്മൾ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട സാധനങ്ങൾ ആൾക്കാർ വരെയും. ഞാൻ എന്താ വെച്ചാല് ആസിക്കയുടെ കൂടെയൊക്കെ നടക്കുമല്ലോ ഷൂട്ടിംഗ് ഉള്ള സമയത്ത്, സൗബിക്കയുടെ കൂടെ നടക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ആൾക്കാർ ഓടി വന്ന് അവരുടെ ആഗ്രഹം, മറ്റേ സൗബിക്ക സെൽഫി, നമ്മളൊക്കെ ഇങ്ങനെ ആയിരിക്കും. പിന്നെ ഞാനും മഷർക്കയൊക്കെ തമ്മിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 500 ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം മഷർക്ക കോസ്റ്റ്യൂമൊക്കെ ചെയ്ത് മഷർക്ക 5000 അടിക്കാൻ പോണേ. അപ്പം നമ്മള് ഇങ്ങനെ നോക്കും, പറവ മാക്സിമം പറവ ബൂസ്റ്റ് ചെയ്യാം, പറവലുണ്ട് മാക്സിമം അച്ഛനായിട്ടൊക്കെ ഉള്ള ഫോട്ടോ ഒക്കെ എടുത്തിടും, സൗബിക്കായിട്ടുള്ള DP ഒക്കെ എടുത്തിട്ട്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പറവ ചെയ്തുകൊണ്ടിരിക്കണതിന്റെ സമയം കഴിയാറായപ്പോൾ എനിക്ക് 5000 ആയി. അപ്പം അവൻ്റെ മഷർക്ക് പറയുന്നുണ്ട് ഫോളോവേഴ്സ് ഉണ്ടോന്ന്. ഇപ്പൊ നമ്മൾ കൊതിക്കും ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യാന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ നോക്കുമ്പോൾ അതൊക്കെ എവിടെയോ എത്തി. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഭയങ്കര സിമ്പിൾ ലൈഫ് മാറി. ഇപ്പൊ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, എവിടെ പോകുമ്പോൾ അവരുടെ സ്നേഹം കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഗുണം എന്ന് വെച്ചാൽ ഈ ലൊക്കേഷനിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഗ്രീറ്റ് ചെയ്യുക, എല്ലാവരും ഹാപ്പിയാണോ നോക്കുക. ഞാൻ ഈ രണ്ടാമത്തെ പടം ചെയ്യുമ്പോൾ യൂണിറ്റിലെ ചേട്ടൻ പറഞ്ഞു നീ രക്ഷപ്പെടും. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞ് ചിലവൊക്കെ ചെയ്ത് ഞാൻ അത് കേട്ടിട്ട്. ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാ പടവും കഴിയുമ്പോൾ ഞാൻ യൂണിറ്റിലെ ചേട്ടന്മാർക്കും പ്രൊഡക്ഷനിലെ ചേട്ടന്മാർക്കും ആർട്ടിലെ ചേട്ടന്മാർക്കും എല്ലാവർക്കും ഞാൻ ചിലവ് ചെയ്യും ഓരോ പടം കഴിയും തോറും. കാരണം അവര് നമ്മൾ തന്നെ സപ്പോർട്ട് വേറെ ലെവലാണ്. അപ്പൊ ഞാൻ എല്ലാവരും ഗ്രീറ്റ്, ഗുഡ് മോർണിംഗ് ചേട്ടാ, എല്ലാവരും ഗുഡ് മോർണിംഗ്, ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കയറി ചെന്നൊരു പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യും. ഇപ്പൊ ഒരു ദിവസം ചത്താപ്പ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര കട്ടാണ്, എനിക്ക് എന്തോ ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിട്ട് ഞാൻ ഭയങ്കര ലോ ആയിട്ടിരിക്കുമ്പോൾ യൂണിറ്റിലെ ചേട്ടൻ വന്നിട്ട് എന്ത് പറ്റി, ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ കേട്ടിരി ഗുഡ് മോർണിംഗ് ഇങ്ങോട്ട് വന്നു പറഞ്ഞു. അപ്പൊ നമുക്കൊരു ചാർജാണ്, നമ്മളെ നോക്കാൻ ആൾക്കാരുണ്ട്. അപ്പം എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ഒറ്റക്കല്ല, എനിക്ക് കുറേ ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്. ലൊക്കേഷനിൽ വന്നാൽ നമ്മുടെ സ്വന്തം ആൾക്കാരെല്ലാവരും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെ കാണണേ, കാരണം എൻ്റെ തോളത്തൊക്കെ ഒന്ന് കൈയിട്ട് വലിക്കുക. കാരണം അവര് വിചാരിക്കണം അവരുടെ സ്വന്തം ആളാന്നുള്ള രീതിയിലൊക്കെയാണ്. അമ്മമാരൊക്കെ വരുമ്പോൾ കെട്ടിയൊക്കെ പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ടൊക്കെ പോകാറുണ്ട്. ചില ബീട്ടൊക്കെ കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, കാരണം ബോംബ് പൊട്ടി മരിച്ചു അയ്യോ മോനെ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് കുറെ വട്ടം. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ഞാൻ താങ്ക് യു പറയാറുണ്ട്.